സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ പത്രങ്ങളും ലോകമാധ്യമങ്ങളിലും ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. അതായത് ചൈനയുടെ AI മേഖലയിലുള്ള മുന്നേറ്റത്തെക്കുറിച്ചിട്ട്. എങ്ങനെയാണ് അവർ ഇത്രത്തോളം ഭീകരമായ നിലയിൽ അവരെ എതിരാളികളെ നിഷ്പ്രഭമാക്കുകയും നിരായുധരാക്കുകയും നിസ്സഹായരാക്കുകയും ചെയ്തത് എന്ന കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈന ഈ കാര്യത്തിൽ മാത്രമല്ല, പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വ്യവസായ ഉൽപാദന രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. ഏകദേശം 13 ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ, വ്യവസായ മേഖലകളിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ടാണ് പറയപ്പെടുന്നത് അർത്ഥം. അതായത് 2030 ആകുന്നതോടുകൂടി ഈ മേഖല ഇപ്പോൾ തന്നെ അവർ ഇപ്പോൾ UAV, സോളാർ പാനൽ, ഗ്രാഫൈൻ, ഹൈ സ്പീഡ് റെയിൽ, ഇലക്ട്രിക് വെഹിക്കിൾ, LNG കാരിയേഴ്സ്, അതായത് വലിയ കാരിയറുകൾ, അതായത് കപ്പലുകളിൽ, ഡ്രഗ്സ്, ലാർജ് ട്രാക്ടേഴ്സ്, മെഷീൻ ടൂൾസ്, റോബോട്ട്സ്, AI, സെമി കണ്ടക്ടർ, കമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ്, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ അവർ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നാണ് ഈ മേഖലകളെ ശ്രദ്ധിക്കുന്ന പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾ പറയുന്നത് അർത്ഥം. ഉദാഹരണമായിട്ട് ഇപ്പോൾ അടുത്ത് ഓസ്ട്രേലിയയിലെ ഒരു തിങ്ക് ടാങ്ക് എന്തിന് ഇപ്പോൾ പെൻറ്റഗണിൻ്റെ സഹായം, സാമ്പത്തിക സഹായം നേടി നടത്തിയ സ്റ്റഡിയിൽ 64 പ്രധാനപ്പെട്ട ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ 4 മേഖലയൊഴിച്ച് ബാക്കിയൊക്കെ ചൈന മുൻകടന്നു എന്ന് നിരീക്ഷിക്കുകയുണ്ടായി. ഈ 4-1 ഇപ്പോഴത്തെ ഈ പറഞ്ഞ AI. അപ്പോൾ അങ്ങനെ ഇവർക്ക് ഇത്രയും വലിയ മാറ്റം ഉണ്ടാവാൻ എന്താണ് കാരണം? എന്താണ് അവർക്ക് കൊമ്പുണ്ടോ? ഇന്ത്യയിലും അത്ര തന്നെ മനുഷ്യ മസ്തിഷ്കം ഇല്ലേ? എന്തുകൊണ്ടാണ് അവർക്ക് ഇത്രയും കഴിവുണ്ടായത്? മുമ്പ് അവർക്ക് ഇതേപോലെ അവർക്ക് മാത്രമായിട്ടൊരു കഴിവുണ്ടായിരുന്നോ? അതോ ഇന്ത്യയും അതിനോടൊപ്പം ഉണ്ടായിരുന്നോ എന്നത് പരിശോധിക്കുകയാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർത്ഥം. അതായത് 1950 അല്ലെങ്കിൽ 49 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ചൈനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 50 കൂടിയാണ്. അത് ഇന്ത്യ എന്നും അവരെക്കാളും വലുതായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ത്യ നമ്മൾ ഭാഗിച്ചപ്പോൾ അത് 2 അല്ലെങ്കിൽ 3 യഥാർത്ഥത്തിൽ ഇന്ത്യ കണക്കാക്കുകയാണെങ്കിൽ
അവർക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്ര മനുഷ്യ മസ്തിഷ്കം അല്ലെങ്കിൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യമാണ്. നമുക്ക് ഏകദേശം 200 കോടിയുടെ അടുത്ത്, 190 കോടി, അതായത് ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടുമ്പോൾ നമ്മൾ അവരെക്കാളിലും വളരെ മേലെയാണ്. അവർ 140 കോടിയേ ഉള്ളൂ. ഒറ്റയ്ക്ക് തന്നെ നമ്മൾ 145 കോടി അവർ മറികടന്നിരിക്കണം. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് ഇതേപോലെ ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന രംഗത്ത് എന്തുകൊണ്ടാണ് നമ്മൾ കുറഞ്ഞു പോയത്? അവിടെയാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതായത് യഥാർത്ഥത്തിൽ ചൈനയ്ക്ക് ഉണ്ടായ ഈ മുന്നേറ്റങ്ങളും കുതിച്ചുചാട്ടങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടായത് അവിടെ മാത്രമല്ല, അത് വെറും ഒരു ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്ന് പറയും, അല്ലെങ്കിൽ വലിയ ഒരു ഐസ് കുന്നിൻ്റെ മേലേക്കുള്ള ചെറിയത് മാത്രമാണ്. ചൈന ഇപ്പം നമ്മളെപ്പോലെ തന്നെ ആയിരുന്നു 1950 കൂടി. വളരെ പാവപ്പെട്ട, അതായത് നമ്മളെ നേരിട്ട് പാശ്ചാത്യർ, ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഒക്കെ കവർന്നെടുത്തിരുന്നെങ്കിൽ, അവർ ഭരിച്ചിരുന്നെങ്കിൽ, ചൈനയിൽ അങ്ങനെ നേരിട്ട് ഭരിക്കല്ല, പരമാവധി അവരെ കൊണ്ട് തന്നെ ഭരിപ്പിച്ചിട്ട് അവരുടെ മുഴുവൻ സമ്പത്തും കുത്തിച്ചോർത്തി ഭീഷണിപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ആ കറുപ്പ് യുദ്ധങ്ങളൊക്കെ. അവിടേക്ക് ഒരു പ്രത്യേകിച്ച് അവരുടെ വസ്തുക്കളൊക്കെ പരമ്പരാഗതമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളൊക്കെ വെസ്റ്റേണേഴ്സിന് വേണം, പക്ഷേ അവർക്ക് കൊടുക്കാനൊന്നുമില്ല. അപ്പോൾ അവരെ കറുപ്പ് തീറ്റിച്ച് ഇന്ത്യയിൽ കറുപ്പുണ്ടാക്കി, അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും മറ്റും കറുപ്പുണ്ടാക്കി അത് വിറ്റ് അങ്ങനെ അവരുടെ സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ സമ്മതിച്ചില്ല. ഈ കറുപ്പ് നിരോധിച്ചു, അങ്ങോട്ട് കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്താ പറയുക, അപഹാസ്യമായ, വികൃതമായ, പൈശാചികമായ, ക്രൂരമായ ഒരു യുദ്ധത്തിലൂടെ ഈ പാശ്ചാത്യ ലോകമൊന്നായിട്ട്, അതായത് കൊളോണിയൽ സ്റ്റേറ്റുകളൊക്കെ ഈ ചൈനയെ ആക്രമിച്ച് അവരെ ആകെ മുട്ടുകുത്തിച്ച്, കാരണം ഇവരെ കയ്യിൽ നല്ല തോക്കും നല്ല ആയുധങ്ങളും നല്ല പീരങ്കികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ആകെ തകർത്ത് തരിപ്പണമാക്കി, മുഴുവൻ അവരുടെ പീക്കിങ്ങിലുള്ള കൊട്ടാരമൊക്കെ തകർത്ത്, സെഞ്ചുറി ഓഫ് ഹ്യൂമിലിയേഷൻ എന്നാണ് അവർ പറയും. അതായത് അപഹസിക്കപ്പെടുന്നതിൻ്റെ നൂറ്റാണ്ട്. അത് കഴിഞ്ഞ് രണ്ടുപേരും ഏകദേശം ഒന്നിച്ചാണ് സ്വാതന്ത്ര്യം നേടുന്നത്. അതിനുശേഷം ഉണ്ടായതെന്താ? അപ്പോഴുള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷരത 14%, അവരതും അതിനടുത്ത് തന്നെ 11% മറ്റോ, എന്തായാലും അത് പോട്ടെ, രണ്ടുപേരും ഏകദേശം തുല്യമാണ്. പക്ഷെ ചൈന അവരുടെ രാഷ്ട്രീയ നേതൃത്വം എന്നത് ഒരു ഏകീകൃത രൂപത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കയ്യിലും നമ്മളെ നേതൃത്വം ജനാധിപത്യം എന്ന പേര് പറഞ്ഞിട്ടുള്ള വെള്ളക്കാരൻ്റെ ജനാധിപത്യത്തിലായിരുന്നു. വെള്ളക്കാരൻ്റെ ജനാധിപത്യത്തിലുള്ള പ്രത്യേകത എന്താ അറിയോ? അത് അവരുടെ ആ പഴയ ഭരണ രീതിയും ചൂഷണ വ്യവസ്ഥയും നിലനിർത്താനുള്ളതാണ്.
അതിനെ പരമാവധി നിലനിർത്തുക എന്നുള്ളതാണ് വെള്ളക്കാരൻ്റെ ജനാധിപത്യം. അത് അല്ലാതെങ്കിൽ അവരതിന് സമ്മതിക്കില്ല. അങ്ങനെ നേരെ മറിച്ച് നമ്മുടെ കാര്യം നമ്മൾ നോക്കുന്നു എന്ന ഒരവസ്ഥ വന്നാൽ അവൻ്റെ തല പോയിപ്പോകും. പക്ഷെ അതൊന്നും പോവാത്ത രീതിയിൽ, മാത്രമല്ല ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു രാജ്യം എന്ന നിലക്കും ഇന്ത്യ പിടിച്ചു നിന്നു. മാത്രമല്ല ഇപ്പോൾ നമുക്ക് അറിയാം, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ ജനാധിപത്യമാണെങ്കിലും അല്ലെങ്കിലും ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ആണെങ്കിൽ പോലും വെള്ളക്കാരന് പറ്റാത്ത, അല്ലെങ്കിൽ യൂറോപ്യന്മാർക്ക് പറ്റാത്ത നയങ്ങളുമായിട്ട് വരികയാണെങ്കിൽ അവനെ ഇല്ലാതാക്കും. അതാണ് പാട്രിസ് ലുംബ കോങ്കോയിലെ, അതേപോലെ തോമസ് സങ്കാര ലിബിയയിലെ, ഗദ്ദാഫി, അതേപോലെ തന്നെ ഇവരൊക്കെ തന്നെ പാശ്ചാത്യർ അല്ലെങ്കിൽ കൊളോണിയൽ ശക്തികൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരുടെ ചൂഷണ രീതികൾ നിർബാധം തുടരാൻ അനുവദിക്കാത്തിടത്തോളം കാലം അവൻ്റെ തല കൊയ്യും. എന്തായാലും ചൈനയിൽ അതിനുള്ള സൗകര്യം ഉണ്ടായില്ല. കാരണം ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അവിടെ ഭരണത്തിൽ വന്നത്. അതോടുകൂടി അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ, അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് അവിടുത്തെ ഈ മുന്നേറ്റങ്ങൾക്കൊക്കെ ഉള്ള പ്രധാന കാരണം അവിടെയുള്ള മനുഷ്യരുടെ പ്രയത്നം, പ്രത്യേകിച്ച് ബുദ്ധി അടക്കമുള്ള പ്രയത്നം, ബുദ്ധിശക്തി ഇതിനായിട്ട്, അതായത് ഈ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായിട്ട് അവർക്ക് ഉപയോഗിക്കാനായി, അതിന് ആ ബുദ്ധി കൂട്ടാൻ അവരുടെ വിദ്യാഭ്യാസത്തിനായി എന്നുള്ളതാണ്. അവരുടെ വിദ്യാഭ്യാസ ചരിത്രം നമുക്കൊന്ന് എടുത്തു നോക്കാം. ലോകത്തിൽ ഏറ്റവും പഴക്കമുണ്ടായിരുന്ന, പുരാതനമായിരുന്ന, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രാഡീഷൻ ആയിട്ടുണ്ടായിരുന്ന സർവകലാശാലകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ചൈനയും പീക്കിങ്ങൊക്കെ. പീക്കിംഗ് എന്നാണോ ബീജിംഗ് എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും അവിടെ അവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ അതിൽ കുറേ ഏകാധിപത്യം ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും അദ്ദേഹം മനസ്സിലാക്കി, അദ്ദേഹത്തിന് നാട്ടുകാരായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു, കൃഷിക്കാരായിട്ട് നല്ല ബന്ധമുണ്ടായി, അവരുടെ നിരക്ഷരതയിലെ അപാകതകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു കൾച്ചറൽ റെവല്യൂഷൻ, സാംസ്കാരിക വിപ്ലവം എന്ന പേരിൽ അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രങ്ങൾ, സെൻറ്ററുകൾ ഒന്നായിട്ട് ഉടച്ച് പൊളിച്ച് കളയുകയും ഈ അവിടെയുള്ള ശിരോമണികളോട്, വിദ്യാഭ്യാസ വിദഗ്ധരോടൊക്കെ നാട്ടുമ്പുറങ്ങളിൽ പോയി നാട്ടുകാരോടൊപ്പം പ്രവർത്തിക്കാനും അവരുടെ കൂടെ അവരുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അവരെ പഠിപ്പിക്കാൻ, അതോടുകൂടി അവരെ വിദ്യാഭ്യാസം ചെയ്യിക്കാനും പറഞ്ഞു. ഇത് വലിയൊരു നേട്ടമായി. അതായത് വളരെ പെട്ടെന്ന്, അന്നേ വരെ ചരിത്രത്തിൽ ഇല്ലാത്ത അത്ര വേഗത്തിൽ അവിടെയുള്ള 98% പേരെയും സാക്ഷരരാക്കാൻ, എഴുത്തും വായനയും പഠിപ്പിക്കാൻ, മറ്റ് വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിക്കാൻ അവർക്ക് അതോടുകൂടിയായി. അങ്ങനെ ആവുമ്പോഴും ഈ വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാക്ഷരത വ്യാപകമായി പെട്ടെന്നായി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും, പക്ഷേ അതിന് ശേഷം വന്ന ഡെൻ യാവോപിങ് എന്ന വളരെ കുറിയൊരു മനുഷ്യൻ, അയാളാണ് യഥാർത്ഥത്തിൽ ചൈനയെ ഈ ആധുനിക
കാലത്തെ മറ്റ് രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലോ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് മുന്നേറുന്ന രീതിയിൽ മാറ്റാനായിട്ട് അടിസ്ഥാന വിഭവം ഒരുക്കിയത്. അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാൽ പഴയ വിദ്യാഭ്യാസമൊക്കെ തിരിച്ചു കൊണ്ടുവന്നു. മാത്രമല്ല അതോടുകൂടി ഉണ്ടായൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആദ്യമായിട്ട് ഒരു ജനകീയ ജനാധിപത്യ വിപ്ലവം നടന്നതിന് ശേഷം ആദ്യമായിട്ട് വിദ്യാഭ്യാസം എന്ന സംവിധാനത്തെ മെനഞ്ഞെടുക്കാൻ അവർക്കായി. അതിൽ ഒരു കൃത്യമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എങ്കിൽ പോലും അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ അതിന് മുമ്പുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തകരാറുകൾ, അപ്പോൾ എല്ലാ വിദ്യാഭ്യാസവും എല്ലാ കാലത്തും ആ നിലവിലിരിക്കുന്ന സംവിധാനത്തെ വളർത്താനും വികസിപ്പിക്കാനുമാണ്. അതായത് ഇപ്പോൾ ഒരു ഫ്യൂഡൽ കാലഘട്ടത്തിൽ, കോളനി കാലഘട്ടത്തിൽ, രാജവാഴ്ച കാലഘട്ടത്തിലൊക്കെ വിദ്യാഭ്യാസം അതിനെ നിലനിർത്താനും അതിനെ പരിപോഷിപ്പിക്കാനുമാണ്. നേരെ മറിച്ച് ഒരു ജനാധിപത്യ കാലത്ത് അതിന് സ്വന്തമായിട്ട്, അപ്പോൾ അത് പഴയ വിദ്യാഭ്യാസ രീതി അതേപടി തുടരുക എന്നതാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ നടന്നത്. അത് വെള്ളക്കാരൻ അവൻ്റെ ആവശ്യത്തിന് ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ രീതി, പ്രജകൾക്കായിട്ട് മെനഞ്ഞ ഒരു വിദ്യാഭ്യാസ രീതി പൗരന്മാർക്കും കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. പൗരന്മാർക്കും അത് വ്യാപകമാക്കി എന്നുള്ളതാണ് നമ്മളവിടെ കേരളത്തിലൊക്കെ ഉണ്ടായ ഗുണം. അതിൻ്റെ മെച്ചാണ് കാണുന്നത്. പക്ഷേ അതിന് പരിമിതികളുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിദ്യാഭ്യാസം വ്യാപകമായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയുടെ വികാസം വ്യാപകമായിക്കൊള്ളുന്നില്ല. വ്യക്തിയുടെ വികാസം വ്യാപകമാകുന്നുണ്ട്. അത് ആശ്രിതൻ്റെ അല്ലെങ്കിൽ പ്രജയുടെ വ്യക്തിത്വമേ അവിടെ വളരുന്നുള്ളൂ. നേരെ മറിച്ച് ചൈനയിൽ പിന്നീട് രണ്ടാമത് അവർ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വിദ്യാഭ്യാസത്തിൽ ഒരു വലിയ പരിധി വരെയെങ്കിലും ജനാധിപത്യ മൂല്യങ്ങൾ അവിടെ വന്നു. എന്തായാലും അത് അവിടെ ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ ഗണിത പഠനത്തിൽ, ഗണിത വിദ്യാഭ്യാസത്തിൽ അവിടെ അതില്ല എന്ന് നമുക്ക് പല ആർട്ടിക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടികളെ കണക്ക് പഠിപ്പിക്കുന്നില്ല. കണക്ക് പഠിപ്പിക്കുന്നതിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കണക്ക് എന്ന് പറഞ്ഞാൽ മൂർത്തമായ വസ്തുക്കളുടെ അമൂർത്തമായ സ്വഭാവങ്ങൾ, ഗുണങ്ങൾ, എണ്ണം, അളവ്, ഇതൊക്കെയാണ് പഠിപ്പിക്കേണ്ടത്. ഇതൊക്കെയാണ് ഈ സംഗതി യഥാർത്ഥത്തിൽ ഓരോ കുഞ്ഞും സ്വയം വികസിപ്പിച്ചെടുക്കേണ്ടതാണ്. അങ്ങനെ വികസിപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൽ അവന് വല്ലതും കോൺട്രിബ്യൂട്ട് ചെയ്യാനും അവന് ഒരു ആത്മവിശ്വാസമുള്ളൂ. അതുവഴി അവന് ആ ക്രിയേറ്റിവിറ്റി, അതായത് അവനറിയാത്ത മേഖലകൾ അഭിമുഖീകരിക്കാനും തേടിപ്പോകാനും അത് സോൾവ് ചെയ്യാനും ഉള്ള കഴിവുകൾ നേടാൻ ഏറ്റവും പറ്റിയ സാധനമാണ് ഗണിത പഠനം. അതിനാണ് അവർ ഗണിത പഠനം ഉപയോഗിച്ചത്. അതുവഴി അവർക്ക് ഉണ്ടായ ഗുണം എത്ര വലുതാണെന്ന് വെച്ചാൽ എല്ലാ മേഖലകളും അവർ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തിനിപ്പോൾ ഉദാഹരണമായിട്ട് അവിടുത്തെ IQ ഒന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ വേൾഡ് നാഷണൽ IQ അല്ലെങ്കിൽ IQ ഓഫ് വേൾഡ് നേഷൻസ് ഒന്ന് എടുത്ത് നോക്കൂ. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജപ്പാന് 106.48. പിന്നെ തൊട്ടടുത്ത് കിടക്കുന്നത് തായ്വാനാണ്, 106.47. മൂന്നാമത്തേത് സിംഗപ്പൂരാണ്,
105.9. ഇതൊക്കെ വളരെ ടൈനിയായ രാജ്യങ്ങളാണ്. മാത്രമല്ല വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ആവറേജ് കൂടിയാലും അവിടെയുള്ള ബുദ്ധിയുടെ മൂലധനം അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ക്യാപിറ്റൽ അവിടെ കുറവായിരിക്കും. താരതമ്യേന കൂടുതലാണെങ്കിൽ ആൾക്കാർ റേറ്റ് കൂടുതലാണെങ്കിലും ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് കുറവ്. നേരെ മറിച്ച് ഹോങ്കോങ് 105. ഹോങ്കോങ് അവരുടെ കൂടെയുള്ള തന്നെയാണ്. പിന്നെ ചൈന 104.1. ചൈനയും ഏറ്റവും വലിയ, ഏറ്റവും ഐക്യു ബുദ്ധിമാനം ഏറ്റവും കൂടുതലുള്ള 5ാമത്തെ രാജ്യമാണ്. മാത്രമല്ല ഈ മറ്റുള്ള 4 രാജ്യങ്ങളും കൂടിയാലും ചൈനയുടെ ഒരു വാലിൽ കെട്ടാൻ പോലും ഇല്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഹ്യൂമൻ ഇൻ്റലിജൻസ് ക്യാപിറ്റൽ, ബുദ്ധിശക്തിയുടെ മൂലധനം ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. നേരെ മറിച്ച് നോക്കുക, അമേരിക്കയിൽ എത്രയാണത്? 97.43. UK അല്ലെങ്കിൽ ബ്രിട്ടനിൽ നമ്മളെ യജമാനന്മാർ നമ്മളെ മുഴുവൻ കുത്തിച്ചോർത്തിയ കവർച്ചക്കാർക്ക് 99.12. ഇന്ത്യക്കോ അതാണ് ഏറ്റവും വലിയ പരിതാപകരം, 76.24. അതായത് കുറഞ്ഞു വരികയാണ്. ഇപ്പം പണ്ട് 82 ഉണ്ടായിരുന്നു, ഇപ്പം നമ്മൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമ്മൾ ചൈനയെ മറികടക്കുന്നില്ല എന്നുള്ളത് ഇതിനുള്ള യഥാർത്ഥ ഉത്തരം അതാണ് അർത്ഥം. ഇതൊക്കെ നാഷണൽ അസസ്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ് എന്ന ഒരു സ്ഥാപനം നടത്തിയ അവരുടെ റീഡിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ആവറേജ് IQ ഓഫ് നാഷൻസ് എന്നടിച്ചാൽ ഇത് കിട്ടണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ യഥാർത്ഥത്തിൽ അവരുടെ മുന്നേറ്റത്തിനൊക്കെ കാരണം അവരുടെ ബുദ്ധിശക്തിയാണ്. ഈ ബുദ്ധിശക്തി അവരൊന്നായിട്ട് കൂട്ടിയോജിക്കുമ്പോൾ അതിനുണ്ടാവുന്ന സിനർജിയുടെ പ്രതിഫലനങ്ങളാണ് അവരുടെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങൾ. അതിപ്പോൾ ഇനിയും നമ്മൾ ഓരോ ദിവസവും അവരുടെ ഈ മുന്നേറ്റം എല്ലാ മേഖലകളിലും കാണാൻ പോവുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ പറയാം, നമ്മളെ ഡീപ് സീക്കിൻ്റെ കാര്യം. ഡീപ് സീക്ക് ആകെ അമേരിക്കയെ ഒന്നായിട്ട് അമ്പരപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇത്ര കാലം അമേരിക്കക്കാർ എല്ലാ ചെറിയ ചെറിയ കണ്ടുപിടുത്തങ്ങൾക്കും പാറ്റൻ്റ് നൽകിയിട്ടും അതുവഴി ഈ 3 ലോക രാജ്യങ്ങളെ ഒന്നായിട്ട് ചൂഷണം ചെയ്ത് അങ്ങനെയാണ് അവർ കഴിഞ്ഞിരുന്ന അർത്ഥം. ഈ ഡീപ് സീക്കാർ ചെയ്തിരിക്കുന്നത് അത് മുഴുവൻ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അത് ഈ ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്താണെന്നും സ്വത്താണെന്നും പറഞ്ഞ് വിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓർക്കണം, നിങ്ങൾ അതുപോലും അതിൻ്റെ മറ്റൊരു തമാശ എന്താ വെച്ചാൽ, നമ്മളെ ഞാനൊരു മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ച കണ്ടു. അകിടിൻ ചുവട്ടിലും ചോര തന്നെ ചെന്നായ്ക്കു കൗതുകം എന്ന് പറഞ്ഞ പോലെ അതിലെ ഒരു ബുദ്ധിജീവി, ജമാഅത്ത് ബുദ്ധിജീവി ചൈനയിലെ അവരുടെ ഈ ഡിവോഷൻ എന്നോ എന്തു പറയാം, ആത്മാഹൂതി എന്നോ എന്ത് വേണമെങ്കിലും പറയാം,
അതായത് അവിടെയുള്ള എല്ലാ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരെ പോലും മുട്ടുകുത്തിച്ച ഈ സംവിധാനം കൊണ്ട് എത്രയോ ദശലക്ഷക്കണക്കിന് ട്രില്യൺസ് സമ്പത്ത് സമ്പാദിക്കാൻ കഴിയുമായിരുന്ന അത് ഒന്നായിട്ട് വിട്ടുകൊടുത്തതിന് നമ്മളെ ഇവൻ്റെ അതായത് അംബാനിയുടെ ഈ കൗശലമായിട്ട് താരതമ്യം ചെയ്യണ കണ്ടു. ഇവിടെ ചെങ്ങായിയെ നീ ഒന്ന് മനസ്സിലാക്കണം. മനസ്സിലാവില്ല എന്നറിയാം, കാരണം അങ്ങനത്തെ മാനസിക അവസ്ഥയിലാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണല്ലോ നിങ്ങളെ ഭരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ പോറ്റുന്നത്.